സമയം വൈകുന്നേരമായി. ഞാൻ പതുക്കെ നടക്കാനിറങ്ങി. മേഘങ്ങൾ കിഴക്കോട്ട് ഓടിത്തുടങ്ങിയപ്പോൾ ഞാൻ പടിഞ്ഞാറോട്ടേക്ക് നടപ്പായി. ഇങ്ങനെ ഇതുവഴി ചുറ്റിക്കറങ്ങി അടിക്കുമ്പോൾ ചില കാഴ്ചകൾ കണ്ടു. കപ്പത്തോട്ടത്തിലൂടെയാണേ നടപ്പ്. മീൻകുഞ്ഞുങ്ങൾ വെള്ളത്തിൻ്റെ അകത്ത് കഥ പറഞ്ഞ് രസിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും ഓടി നടന്നു. എന്നെ കണ്ടപ്പോൾ ഇവയെല്ലാം ഊളിയിട്ട് തുടങ്ങി വെള്ളത്തിലേക്ക്. ഒഴുക്ക് തീരെ കുറവാണ്, മഴയില്ലല്ലോ. പരൽമീനുകളാണ് ഇവ. കണ്ടത്തിലും വയലിലും ഒക്കെ ധാരാളമായിട്ടുണ്ട്. പച്ച പുതച്ച താഴ്വര നമ്മളല്ലേ. ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കാൽപാദങ്ങൾ മണ്ണടിയിൽ പെറുക്കി പെറുക്കി വെച്ച് ഞാൻ അപ്പുറത്തെ കരയിലേക്ക് വീണ്ടും ഊളിയിട്ടു. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. വീണാലും കുഴപ്പമില്ല, ആഴം കുറവാണ്. എന്നാൽ പിന്നെ ഇത് കൂടി അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. പാമ്പുകളും ധാരാളം ഉണ്ടേ. ചെറിയ ചെറിയ പൊത്തുകൾ കാണാം. അപ്പുറത്ത് വയലാണെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ കോഴിക്കൂട്ടങ്ങളാണ്. സുന്ദരികൾ ഭയങ്കര തിരക്കിലാണ്. വൈകുന്നേരം തീറ്റ കൊടുത്ത സമയമാണേ. കുഞ്ഞുങ്ങളും അമ്മമാരും സുഖമായിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് സുന്ദരികളെ കുറേ നേരം കണ്ടാലോ? കൂട്ടിക്കയറാൻ മടിയാണ്. ഇങ്ങനെ പുറത്ത് വലസി നടക്കണം, കറങ്ങിയടിച്ച്. എന്നെപ്പോലെ ഒരു മൈൻഡില്ല. കണ്ടില്ലേ? ആ, ഇപ്പോഴാണ് ബോധം വന്നത്. ചാടി. വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലാണ്. എന്നെ പിന്നെ ഒന്ന് നോക്കിയിട്ട് ചാടണോ? എന്നാ പിന്നെ കയറിക്കളയല്ലേ. ലൈൻ നിന്നു. കീരികൾ ധാരാളമായിട്ടുണ്ട്. ഈ സമയത്ത് കീരികൾ ഈ തടിക്കഷ്ണങ്ങളിലൊക്കെയുള്ള ചെതലിനെ തിന്നാൻ ഇറങ്ങും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചാടി എടുത്തുകൊണ്ട് പോവും. അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടിൻ്റെ അകത്ത് തന്നെയാണ്. എല്ലാരും ബാ, എല്ലാരും ബാ, 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 ബാടി, ബാ, 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 എല്ലാരും ബാ, 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 ബാ. അങ്ങനെ വന്നു എല്ലാവരും ഇവിടെ. വെള്ളം കുടിക്കാൻ എത്തിയതാണ്. എന്താ പരിപാടി? ബാബാന്ന് വിളിച്ച ഉടനെ തന്നെ എല്ലാവരും ഓടി വന്നല്ലോ. ഇന്നെന്നാ പരിപാടി ഇവിടെ? വെള്ളം കുടിക്കാൻ വന്നാണോ? ചുണ്ടിരികളേ, ചുണ്ടിരി പെണ്ണുങ്ങളേ. അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ. നോക്കിച്ചോളൂ.
ഞാൻ ദേ ആ വഴിയാ കയറി ഇവിടെ വരെ എത്തിയത്. ഇത് കിനിക്കോഴിയാണ്, 2 പേരുണ്ട്. ഇവരാരുമായി അധികം അടുക്കില്ല. കരിയിലക്കൂട്ടങ്ങളിലാണ് മുട്ടയിടുന്നത്. നമ്മൾ പോയി പെറുക്കിയെടുക്കണം. എവിടെ നോക്കിയാലും കോഴികൾ കോഴികൾ കോഴികൾ. ആ പറഞ്ഞത് നമ്മുടെ പട്ടിക്കുട്ടിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എടാ നീയൊന്നും മിണ്ടാതിരിക്കടാ, അവൻ്റെ കൊര. തോട്ടപ്പയറല്ലേ ആൻറ്റി? അങ്ങനെ വട്ടം കറങ്ങി ഞാൻ ഇവിടെ എത്തി. കപ്പത്തോട്ടത്തിൽ നിന്ന് റബ്ബർ തോട്ടത്തിലേക്കുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇതൊരു മലയാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ നടക്കുന്നത് നല്ലതല്ലേ. നടി ഹായ്. അപ്പോൾ വേറെയുണ്ട് കേട്ടോ. അങ്ങ് താഴെ റോഡ് കാണാം. സത്യത്തിൽ പുല്ലൊന്നുമില്ല, ഉണക്ക് പിടിച്ചു. അങ്ങകലെയോ അമ്പലത്തിലെവിടെയോ ഭാഷണി മുഴങ്ങി കേൾക്കുന്നു. തിരികെ എൻ്റെ മടയിലേക്ക് ചേക്കേറാൻ സമയമായി. ഞാനപ്പോൾ പോട്ടെ. പോകുന്ന വഴിക്ക് കാഴ്ചകൾ കാണിച്ചു തരാട്ടോ. ഇവിടെ കണ്ട ചെറിയ ചെറിയ സുന്ദരികളാണ്. നല്ല ഭംഗിയില്ലേ? എന്ത് കളറാ അല്ലേ? സങ്കടവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക. അപ്പോൾ നമ്മളെക്കാളും ദുഃഖമുള്ളവരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പാടവരമ്പത്തും വയലുകളിലും പണിയെടുത്ത് വിശ്രമം കൊള്ളുന്നവരെ, ഇല കൊഴിഞ്ഞ മരങ്ങളുടെ ചുവട്ടിൽ ഇടയനില്ലാതെ അലയുന്ന ആട്ടിൻപറ്റങ്ങളെ, അന്തിയുറങ്ങാൻ സ്ഥലമില്ലാതെ റോഡിൻ്റെ വക്കുകളിൽ കിടന്ന് ഉറങ്ങുന്നവർ, ഭക്ഷണം കഴിക്കാതെ അലയുന്നവർ. പേജുകൾ ഓരോന്നോരോന്നായി മറിച്ച് മുൻപോട്ട് ഞാൻ യാത്ര തുടർന്നു. ചില ഏടുകൾ തുറന്നു നോക്കുമ്പോൾ ചില മുഖങ്ങളെ എനിക്ക് മറക്കുവാനാവില്ല ഒരിക്കലും. നടന്നു നീങ്ങിയ കാൽപാദങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉറച്ചു പോയതുപോലെ അമർന്നിരിക്കുമ്പോൾ എന്നെ കൈപിടിച്ച് മുൻപോട്ട് നയിച്ചവർ, അവർക്ക് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രപഞ്ചത്തിനോട്. അപ്പുറത്ത് ഒരു ബോട്ട് തയ്യാറായി നിൽപ്പുണ്ട്. പലപ്പോഴായി ഞാൻ ചോദിക്കുന്നുണ്ട്, അക്കരയ്ക്ക് ആ പച്ച പരവതാനി വിരിച്ച ആ പ്രദേശത്തേക്ക് എന്നെയൊന്ന് കൊണ്ടുപോകുമോ എന്ന്. അപ്പോഴൊക്കെ എന്നെ തടഞ്ഞു നിർത്തി ഇക്കരെ നിർത്തി പറഞ്ഞതൊന്നാണ്, സമയം ആയില്ല. ആ സമയം എപ്പോഴാണ് എന്ന് ഞാൻ പലതവണയായി ചോദിച്ചു. എന്നോട് പറഞ്ഞത്, തിരിഞ്ഞൊന്ന് നോക്കൂ, ലോകത്തിൻ്റെ കാൽപാദങ്ങളിൽ ചിലത് കണ്ട് അതിനെ അനുഗമിക്കൂ.
പൂക്കളുടെ തോട്ടത്തിലാണോ ഞാനിപ്പോൾ ഉള്ളത്? അല്ല, ഭൂമി എന്ന ഈ സ്വർഗത്തിലാണ്. ഇവിടുന്ന് മറുകര ചാടാൻ ഞാനെന്തിനാണ് ആഗ്രഹിക്കുന്നത്? മന്നാടിയാറുണ്ടല്ലോ കൊണ്ടുപോകാൻ, അല്ലേ? അപ്പോൾ ബോട്ടിൽ കയറണ്ട. തൽക്കാലം നമ്മൾക്ക് കാൽനട യാത്ര ചെയ്യാം. തൽക്കാലം കാലത്തിൻ്റെ അടിയൊഴുക്കിലൂടെ ഈ വഴി, ഈ ദുർഘടം പിടിച്ച വഴി യാത്ര ചെയ്യാം. താഴെ വീഴാതെ മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ട്. തൽക്കാലത്തേക്ക് വിട പറയുന്നു ഞാൻ.